ഡോക്ടർ ഹഫ്സ ഇബ്രാഹിം, MES മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒഫ്തൽമോളജി. എൻ്റെ ഭർത്താവ് ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം, ഓർത്തോപീഡിക്സ്. വീട് ഇവിടെ 5 മിനിറ്റ് നടന്നാൽ മതി. വീട് ഇവിടെ അടുത്തന്നെ. ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഇത് ഈ ഇവൻ്റ് തുടങ്ങി 1 മാസം കഴിഞ്ഞേക്ക് തന്നെ ഞാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ 2 ദിവസം വരും, പിന്നെ നിർത്തും. പിന്നെ എനിക്കിത് എങ്ങനെയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വരണം എന്ന് തോന്നിയിട്ട് പിന്നെ ഈ നോമ്പ് തുടങ്ങിയപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി. അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ ഒരുപാട് എനിക്ക് ഫിസിക്കൽ ഇഫക്റ്റിനേക്കാളും കൂടുതൽ മെൻ്റൽ ആൻഡ് നമ്മളുടെ ആക്ടിവിറ്റി, മെൻ്റൽ മേക്കപ്പ്, ഒരു ആൾക്കാരെ ഫേസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു ഉഷാറ്, ഉണർവ്, മെൻ്റൽ ഇമ്പ്രൂവ്മെൻ്റാണ് എനിക്ക് കൂടുതൽ കിട്ടിയത്. പിന്നെ ഏറ്റവും വലിയ കാര്യം, ഞാൻ ഈ നാട്ടുകാരൊന്നും അറിഞ്ഞിരുന്നില്ല. ഇവിടെ ഉണ്ട് എന്നല്ലാണ്ട് 15 കൊല്ലമായി ഇവിടെ താമസിക്കില്ല. സാധാരണക്കാരിയായി അല്ലേ? അതാണ് എൻ്റെ മെയിൻ. പിന്നെ ഡോക്ടർ കണ്ണ് ഡോക്ടറാണല്ലോ, കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. നിങ്ങൾക്കിപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഫേസ് മസാജിനെ കുറിച്ചിട്ടുള്ളത്, അതിനെ പറ്റിയുള്ളത് എന്തെങ്കിലും പറയാമോ? ഫേസ് മസാജ് ഇത് ഫേസ് ഇങ്ങനെ മേലോട്ട് ഇതാക്കുമ്പോൾ സാഗ് ചെയ്യണത് അത് പോവും. പിന്നെ എല്ലാവരും കേൾക്കണം, കണ്ണിൻ്റെ ഈ വാംത്ത് കിട്ടുന്നത് കണ്ണിൻ്റെ ഉള്ളിലെ ഒരു വെള്ളമുണ്ട്, അക്വസ് ഹ്യൂമർ, പിന്നെ ഒരു മുട്ടയുടെ ജെല്ലി പോലത്തെ, അതിനൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനും കണ്ണിൻ്റെ ഉള്ളിൽ സർക്കുലേഷനെ ഇമ്പ്രൂവ് ചെയ്യാനും, ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് കണ്ണിനാണ് ഡയബറ്റീസ് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് വരുന്നത്, അതിനൊക്കെ നല്ലതാണിത്. പിന്നെ ഇവിടെ ഈ മസാജ് ചെയ്യുന്നത് കണ്ണിന്ന് കണ്ണുനീര് ഇതിലൂടെ ചെറിയ ട്യൂബ് വഴി മൂക്കിൻ്റെ ഇവിടെ ഒരു സഞ്ചിയുണ്ട് നമ്മൾ ഈ മസാജ് ചെയ്യുന്ന സ്ഥലത്ത്. ആ സഞ്ചിയിലേക്ക് പോയിട്ട് അവിടുന്ന് ചെറിയൊരു നാളി വഴി മൂക്കിലേക്കാണ് ഡ്രെയിൻ ചെയ്യാൻ നോർമലി. അത് ശരിക്കും പോകാത്തവർക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഈ മസാജിങ് നമ്മൾ പറയുന്നതാണ്. അതിന് ബ്ലോക്ക് ഉള്ളവർക്ക് കുറച്ചൊക്കെ ഇങ്ങനെ മസാജിങ് നമ്മൾ പറയുന്നതാണ്. ഒരു മാനേജ്മെന്റ് ആണ് എൻ്റെ. അത് കറക്റ്റ് സ്ഥലം കാണരുത് നിങ്ങൾ. ഇപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു, ഐ സ്പെഷ്യലിസ്റ്റ് ആണ് അവർ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതിന്റെ ഗൗരവം എത്രത്തോളം. എല്ലാവരും മറ്റേ നമ്മൾ അപ്പൊ ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യണം. നമുക്കിവിടെ പറഞ്ഞു തന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഡോക്ടർ ഇപ്പൊ അതിന്റെ ഗുണങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ലോ. ഓക്കെ, ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൻ്റെ ഈ കണ്ണുനീർ സഞ്ചിക്ക് ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. ഏതോ അത് ശരിക്കും പറഞ്ഞ ഈ പീളക്കുഴീൻ്റെ ഇവിടുന്ന് ഓരോ ഉള്ളിലെ അനാട്ടമിക്കൊക്കെ ഒരു സർഫസ് മാർക്കിംഗ് എന്ന് പറയും. അപ്പോൾ ഈ കണ്ണുനീർ ഗ്രന്ഥിൻ്റെ സർഫസ് മാർക്കിംഗ് എന്ന് പറയുന്നത് മൂക്കിൻ്റെ ഈ ഇതുണ്ടല്ലേ, എലാനോസ് എന്ന് പറയും, മൂക്കിൻ്റെ ഈ പൊന്തൽ, ഈ കനൈൻ ടീത്ത് ഒരു പല്ലില്ലേ, ആ പല്ലും ഈ മൂക്കിൻ്റെ ഇവിടെ ഈ പീളക്കുഴിൻ്റെ അവിടെ ഈ ലൈനിലാണ് മസാജ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അവരോട്